നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തുടർച്ചയായ രണ്ടാമത്തെ പ്രീമിയർ ലീഗ് മത്സരത്തിലാണ് ആഴ്സണൽ സമനിലയും കൊണ്ട് മടങ്ങുന്നത്. പക്ഷേ കാര്യങ്ങൾ അവർക്ക് അനുകൂലം തന്നെയാണ്. സിറ്റി ഇന്നലെയും തോറ്റു. അപ്പോൾ 7 പോയിന്റ് ലീഡിൽ ഇപ്പോൾ ആഴ്സണൽ ഒന്നാം സ്ഥാനത്ത് തന്നെ പ്രീമിയർ ലീഗിൽ കുതിക്കുന്നു. അതല്ല, വിജയിച്ചിരുന്നെങ്കിൽ വലിയ വ്യത്യാസത്തിൽ അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇപ്പോൾ 2 സ്ട്രൈറ്റ് ഗോൾലെസ് ഡ്രോയാണ് പ്രീമിയർ ലീഗിൽ അവർക്ക് സംഭവിക്കുന്നത്. പക്ഷേ അവർക്ക് 7 പോയിന്റിൻ്റെ ലീഡുണ്ട് എന്നുള്ളതാണ്. ഈ 2026 അൺഡിഫീറ്റഡ് ആയിട്ടാണ് ആഴ്സണൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 22 കളികളിൽ നിന്ന് 50 പോയിൻ്റായി അവർക്ക്. സിറ്റിക്ക് 22 കളിൽ 43 പോയിന്റ്. ആസ്റ്റൺ വില്ലയ്ക്ക് ഇന്ന് കളിയുണ്ട്. 21 കളി 43 പോയിന്റുമായിട്ട് അവർ നിൽക്കുകയാണ്. അവർക്ക് 2ാം സ്ഥാനത്തേക്ക് എത്താനുള്ള അവസരമുണ്ട്. ഏതായാലും ആഴ്സണൽ ഇന്നലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് 1-1 സമനിലയാണ്. അതിന് മുമ്പുള്ള പ്രീമിയർ ലീഗ് മത്സരം നടന്ന ജനുവരി 9 അന്ന് അവർ ലിവർപൂളിനോട് ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞത്. അതായത് തുടർച്ചയായിട്ട് 2 മത്സരങ്ങളിൽ ഗോളടിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ആഴ്സണലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ ഗ്യോക്കെറസും ഗബ്രിയേൽ മാർട്ടിനെല്ലിയും മുഡേക്കുമൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ഇഗോർ ഹീസസും ഹഡ്സൺ അഡോയും ഗിബ്സ് വൈറ്റും ഒക്കെ ചേർന്നുകൊണ്ടാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെയും മുന്നേറ്റങ്ങൾ നയിച്ചത്. പക്ഷേ കളിയിൽ ഗോൾ പിറന്നില്ല. ഗോൾ രഹിത സമനില. ബട്ട് സ്റ്റിൽ ആഴ്സണൽ തന്നെ 1ാം സ്ഥാനത്ത് കുതിക്കുന്നു. അപ്പം ആരാധകരിൽ പലരും പറയുന്നുണ്ട് ഇത് ആഴ്സണലിൻ്റെ സീസണാണ്. കാരണം അവർക്ക് വിജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മറുഭാഗത്ത് സിറ്റി കാലിടറുന്നുണ്ട്. അവരുടെ എതിരാളികളായിട്ട് വരാൻ സാധ്യതയുള്ളവർക്ക് കാലിടുന്നത് അതേ സമയത്ത് തന്നെ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് കാര്യങ്ങളെല്ലാം ആഴ്സണലിന് അനുകൂലമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ ആർട്ടേറ്റ കിരീടത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.